നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് തരാനുള്ള പൈസ എന്തായാലും ഞാൻ തരും. ഇങ്ങനെ ഒരു വാചകം പൊതുവെ പറയുന്നത് കേൾക്കാറുണ്ട്. സത്യത്തിൽ വാങ്ങിയ ആളാണ് പേടിക്കേണ്ടത്, കടം കൊടുത്ത ആളല്ല. കടം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഖുർആന്റെ സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത് ഏറ്റവും വലിയ ആയത്താണ്. അതിൽ നിങ്ങൾ പരസ്പരം കടം ഇടപാട് നടത്തുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു, നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം, അതിന് സാക്ഷികൾ വേണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്ത വിഷയമാണ്. മദീന പള്ളിയിൽ ഒരു സ്വഹാബി അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു സങ്കടത്തോടുകൂടെ നിസ്കാരത്തിൻ്റെതല്ലാത്ത സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു സന്ദർഭത്തിൽ ഹദീസിൽ കാണാം, നബിയെ എൻ്റെ ടെൻഷൻ എൻ്റെ കടത്തിന് വേണ്ടിയാണ്. ആ കടം അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നീ ഒരു പ്രാർത്ഥന എപ്പോഴും നടത്തണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. എൻ്റെ ഈ കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് അള്ളാഹു എന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബാധ്യതകളിൽ ഏറ്റവും വേഗം വീടേണ്ടത് കടങ്ങളാണ്. ഒരു ശുഹദാ ആണെങ്കിൽ പോലും അവരെ കടത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടൂല എന്നാണ്. അത്രയും വളരെ പ്രാധാന്യമുള്ളതാണ് ആ കടം നീ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ ആ കടങ്ങൾ വാങ്ങാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.